മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ഏഴാം ദിവസം ചെകുത്താൻ തിരിച്ചു വരികയാണ്. ലൂസിഫർ 2. ഇവന്മാർക്കൊരു പണിയില്ലേ? ഞാനേ കണ്ടു, ഞാൻ മാത്രം കണ്ടാ മതി. ഇത് വേറെ മറ്റേ ജംഗിൾ പൊളിയാ. നമ്മുടെ സുരാജേട്ടൻ പറഞ്ഞ പോലെ അത് തന്നെ സാധനം. ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലേ. മണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കനാ. എമ്പരാൻ ഓടിയാലുണ്ട്, ഓടിയില്ലെങ്കിൽ നിനക്കല്ല എന്ത് ഉണ്ടേ കിട്ടണം. ഇക്കാലത്ത് ഇതുപോലുള്ള സത്യസന്ധരായ ആളുകളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ. രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോണു. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കടാ. രാവിലത്തെ വെയിലിന് ചൂട് കൂടിട്ടാ എമ്പരാൻ വിജയിച്ചിട്ടുണ്ടായില്ല. നിനക്ക് എന്ത് ഉണ്ട് കിട്ടാണ്. അല്ല പണി ചെയ്ത് കുടുംബത്തിന് കാശിലേക്ക് കൊടുക്കുക. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എമ്പുരാൻ പൊളിയുമോ? കാരണം ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറിയിരിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ സിനിമയുടെ ഭാഗമാവുന്നില്ല. അതാണ് എമ്പുരാൻ പൊളിയുമോ എന്ന് ചോദിക്കാം. ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറി. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്തുകൊണ്ട് എമ്പുരാന്റെ ഭാഗമാവുന്നില്ല? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എമ്പുരാൻ സാമ്പത്തികമായിട്ട് സക്സസ്ഫുൾ ആയിരിക്കും. പ്രീ ബിസിനസ്സും ഫസ്റ്റ് 3 ഡേ കളക്ഷനും കൊണ്ട്. പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്താ എന്റെ ഉദ്ദേശം? സാമ്പത്തികമായിട്ട് വിജയമായിരിക്കും, പക്ഷെ ആളുകൾക്ക് പടം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ ഇറങ്ങാൻ പോവാൻ മാർച്ച് 27 എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? രാവിലെ 6 മണിക്ക് എമ്പുരാൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കും, സൂപ്പർ പടമായിരിക്കും. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. അതോടെ അതിനുശേഷം തുടരും ലാലുകം തുടങ്ങാൻ പോവാണ്. ലാലേട്ടൻ അറടിക്കുകയാണ്. ലാലേട്ടൻ അറടിക്കുകയാണ്. വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.